എസ്തേർ അദ്ധ്യായം 8. യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിൻ്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. സൂസാ നഗരമാകെ ആർപ്പ് വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊർദെഖായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചുമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്ക് അത് വിശ്രമത്തിൻ്റെയും ഉത്സവാഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെക്കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. അധ്യായം 9. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരുസിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെഖായിയെ ഭയന്നു. മൊർദെഖായി രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവൻ്റെ കീർത്തി എല്ലാ പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പാർഷാൻദാഥ, ദാൽഫോൻ, അസ്പാത, പൊറാഥ, ആദാലിയ, അരിദാത്ത, പർമസ്ത, അരിസായ്, അരിദായ്, വൈസാദ എന്നിങ്ങനെ ഹമേദായുടെ മകനും യഹൂദയുടെ ശത്രുവുമായ ഹാമാൻ്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാൻ്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിൻ്റെ മറ്റു പ്രവേശികളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കുകയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യമെന്ത്? അത് നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാൻ്റെ 10 പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാൻ്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആദാർ മാസം 14-ാം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയില്ല. രാജാവിൻ്റെ പ്രവേശികളുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 75,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആദാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. ഇത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസായിലെ യഹൂദർ 13ഉം 14ഉം ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആദാർ മാസം 14-ാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിൻ്റെയും ദിനമായി ആചരിക്കുന്നത്. പൂരീം തിരുനാൾ. മൊർദെഖായി ഇതെല്ലാം രേഖപ്പെടുത്തി. ഹാസേരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആദാർ മാസം 14-ഉം 15-ഉം ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന് ദിവസങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി. വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്ന് അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മൊർദെഖായി എഴുതിയതുപോലെയും യഹൂദർ ആചാരം തുടങ്ങി.
കാരണം അഗാഗ്യനും ഹമ്മദായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂർ അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരായുണ്ടായ അവൻ്റെ ദുഷ്ടമായ ഉപായം അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നതിന് അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനു വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു. ആകയാൽ പൂർ എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരീം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരിക്കുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെടുന്നതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ 2 ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരീം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോവുകയും ചെയ്തു. അബിഹായിലിൻ്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ 2ാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അഹസ്വേരോസിൻ്റെ 127 പ്രവിശ്യകളിലും ഉള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു. പൂരീമിൻ്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊർദെഖായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിൻ്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. എസ്തേർ അധ്യായം 10. അഹസ്വേരോസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവൻ്റെ വീരപ്രവർത്തികളും മൊർദെഖായിക്ക് നൽകിയ ഉന്നതസ്ഥാനങ്ങളും വിവരവും മേദിയായിലും പേർഷ്യയിലും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിലും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മൊർദെഖായി അഹസ്വേരോസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരഗണത്തിൽ സുസമ്മതനുമായിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിന് ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മൊർദെഖായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും. ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ. 2 ഭീകരസത്വങ്ങൾ ഹാമാനും ഞാനുമാണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി 2 നറുക്ക് ഉണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവർ ആദാർ മാസം 14-ഉം 15-ഉം ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി സമ്മേളിച്ച് തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിന് എന്നേക്കും ഇത് ആചരിക്കണം.